ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. സച്ചി രേവതിയുടെ അടുത്ത് അരുണിനോട് ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ സപ്പോർട്ട് ചെയ്തിട്ടല്ല കേട്ടോ സംസാരിക്കുന്നത്. എന്തിനാണ് ആവശ്യമില്ലാതെ പോലീസുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. സച്ചിയാണെങ്കിൽ രേവതി താൻ ചെയ്തത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് സച്ചിയെ പുകഴ്ത്തുമെന്ന് കരുതിയത്, പക്ഷേ രേവതി ആണെങ്കിൽ നേരെ ഉൾട്ട അങ്ങനെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സച്ചി നല്ല ദേഷ്യത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ രേവതിയാണെങ്കിൽ ഭർത്താവ് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഒരു നല്ല ഭാര്യയുടെ ലക്ഷണം. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നടക്കുന്നതാണ് ഒരു നല്ല ഭർത്താവിന്റെ ലക്ഷണം എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. സച്ചിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. അത് കഴിഞ്ഞ് ശ്രീകാന്തിന്റെയും അതുപോലെ തന്നെ വർഷയുടെയും മുറിയാണ് കാണിക്കുന്നത്. വർഷ ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ആ പ്രിയയെ വിളിച്ചിട്ട് ഇനി ജോലിക്ക് വരുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡ്രസ്സ് മാറ്റുന്നത് പോലെ നമുക്ക് ജോലി മാറ്റുക എന്ന് പറയുന്നത് വർഷയെ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നീ വെറുതെ വർഷയെ അറിയാതെ സംസാരിക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീകാന്ത് സംസാരിക്കുന്നത്. നിനക്കാണ് ഒന്നും മനസ്സിലാവാത്തത്. ശ്രീകാന്ത് എന്തായാലും ശ്രീകാന്തിന്റെ ഡെസിഷൻ മാറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം പ്രിയ ആ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് ഒരു കാരണമാണെന്ന് വർഷ പറയുന്നുണ്ടെങ്കിലും ഇല്ല, അതൊക്കെ തന്റെ എഫേർട്ട് കൊണ്ട് മാത്രമാണെന്നാണല്ലോ പ്രിയ പറഞ്ഞത്. അത് നമ്മുടെ വർഷയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ പേരിലാണ് കേട്ടോ ഇവർ തമ്മിൽ അടിയുണ്ടാക്കുന്നത്. ശ്രീകാന്തിന്റെ അടുത്ത് ഇനി ജോലിക്ക് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് ആണെങ്കിൽ ചോദിക്കുന്നത് ഡ്രസ്സ് മാറ്റുന്ന ലാഘവത്തോട് കൂടിയിട്ട് നമുക്ക് ജോലി ഇങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യമാണ്. ശ്രീകാന്തിന് അവള് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാവാഞ്ഞിട്ടാണ്. ശ്രീകാന്തിന് അവിടെ അവള് ഒരു വിലയും തരുന്നില്ല. ശരിക്കും നല്ലൊരു ഓണർ അല്ല അവള്. അങ്ങനെയാണെങ്കിൽ തന്റെ സ്റ്റാഫിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചിട്ട് അവള് പറയേണ്ടതാണ്. പക്ഷെ അത് എല്ലാം അവളുടെ മിടുക്കാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവള് തർക്കിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീകാന്തിന്റെ ഡിസിഷൻ മാറില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് കേട്ടിട്ടും ശ്രീകാന്ത് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണേ. ഞാനൊരു ഡിസിഷൻ എടുത്തു എന്നുള്ള കാര്യം കേട്ടിട്ടും ശ്രീകാന്ത് അത് എന്താന്നുള്ള കാര്യം ചോദിക്കാത്ത എന്താന്ന് ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും നീ പറ എന്ന് ശ്രീകാന്ത് വർഷയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താ പുതിയ വീട് എടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അല്ല, റെസ്റ്റോറന്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്. റെസ്റ്റോറന്റ് ആരംഭിക്കാനോ? അതിന് വർഷയെ ഒരുപാട് പണമൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ എനിക്കും അറിയാം. എന്റെ വീട്ടില് ഇഷ്ടംപോലെ പണമുണ്ട്. അത് അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് തരും. ഞാൻ വർഷം നിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് നിന്റെ വീട്ടിൽ നിന്ന് പണം ചോദിക്കരുത് എന്നുള്ള കാര്യം. പിന്നെ എങ്ങനെ ശ്രീകാന്ത് നമ്മൾ റെസ്റ്റോറന്റ് ആരംഭിക്കുക? നമ്മള് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് റെസ്റ്റോറന്റ് ആരംഭിക്കുക എന്ന് ശ്രീകാന്ത് പറയുന്നത് കേട്ട ഉടനെ അപ്പോഴേക്കും നമ്മള് വയസ്സിനും ആവും എന്നുള്ള കാര്യമാണ് വർഷ പറയുന്നത്. അതിന് നമുക്ക് ലോൺ എടുക്കാമല്ലോ. ലോൺ എടുക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ അച്ഛൻ്റെ അടുത്തുനിന്നോ അമ്മയുടെ അടുത്തുനിന്ന് പണം മേടിക്കുന്നതല്ലേ. വേണ്ട വർഷേ, നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പണം മേടിക്കണ്ട. ഞാൻ എപ്പോഴും ഞാനായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ സ്വന്തം പണത്തില് ബിസിനസ് ആരംഭിക്കണമെന്ന്. എന്താ ശ്രീകാന്ത് നീ ഇപ്പോഴും മിഡിൽ ക്ലാസിനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ നോക്കിയാലും ശ്രീകാന്ത് ആ സ്വത്തുക്കളെല്ലാം നമുക്ക് തന്നെയല്ലേ വരിക എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ നമുക്കല്ല, നിനക്ക് നിന്റെ അച്ഛന്റെ അമ്മയുടെ കാലശേഷം നിനക്ക് വരും. അത് നീ തന്നെ വെച്ചോ എന്ന് കരുതിയിട്ട് നമ്മള് ആ പണത്തില് ഇപ്പൊ ബിസിനസ് ആരംഭിക്കേണ്ട ഒരാവശ്യമില്ല. നീ എന്താ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വർഷ ചോദിക്കുമ്പോ നീ തന്നെയല്ലേ പറഞ്ഞത് പ്രിയയുടെ അടുത്ത് എന്റെ ടാലന്റ് കൊണ്ടാണ് ഈ അവാർഡ് കിട്ടിയെന്ന്. ആ ടാലന്റ് ഉള്ള എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എന്തായാലും സ്വന്തം പണത്തിൽ തന്നെ ആരംഭിക്കാം. കുറച്ചുനാൾ കഴിയട്ടെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ ലോൺ മേടിക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. അപ്പോഴേക്കും വർഷയുടെ വേറൊരു ഡിസിഷനും കൂടി പറയുന്നുണ്ട് കേട്ടോ. നീ എന്താ മിനിറ്റിന് ഡിസിഷൻ എടുക്കുന്നതെന്ന് വർഷയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഡിസിഷൻ മാറ്റമല്ല ഞാൻ ചെയ്തത്, ഇംപ്രൂവ് ചെയ്യുക ചെയ്തത്. ഞാൻ എന്റെ സ്വന്തം സേവിങ്സ് കൊണ്ട് ഒരു റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ആ റെസ്റ്റോറന്റിലേക്ക് ശ്രീകാന്ത് ഷെഫായിട്ട് വരണം. നിനക്ക് എപ്പോഴാണോ എന്നോട് വിശ്വാസം തോന്നുന്നത് ആ സമയത്ത് നിനക്ക് പാർട്ട്ണറായിട്ട് വരാം. ഇത് കേട്ട ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, ആദ്യം നീ റെസ്റ്റോറന്റ് ആരംഭിക്കുക, അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം കിടന്നുറങ്ങുന്നുണ്ട്. വർഷയ്ക്ക് ഒരു ചൂടുവെള്ളം പോലും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അറിയത്തില്ല. അങ്ങനത്തെ വർഷ ഒരു റെസ്റ്റോറന്റ് ആരംഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് കേട്ട ഉടനെ ശ്രീകാന്ത് വേഗം എസ്കേപ്പ് ആയി കിടന്നുറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. രേവതി അരികിലേക്ക് ചെന്നിട്ട് നാളെ നമുക്ക് ഒരു അമ്പലത്തിൽ പോകണമെന്ന് പറയാണേ. ആദ്യം താൻ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചിന്റെ ദേഷ്യം മാറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ട് കാര്യം പറയാതെ രാവിലെ അമ്പലത്തിലേക്ക് പോകണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രണ്ടുപേരും പഴയതുപോലെ തന്നെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. ദേവ് പറഞ്ഞ ആ അമ്പലത്തിലേക്ക് അരുൺ വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അരുണ് നല്ല
ടിപ് ടോപ്പിലൊക്കെയാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദേവു ആണെന്നുണ്ടെങ്കിൽ സാരിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ. രണ്ടുപേരും ഏകദേശം സെയിം കളർ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇടുന്നത്. ദേവുവിനെ സാരിയിൽ കണ്ട ഉടനെ തന്നെ അരുൺ ചോദിക്കുന്നുണ്ട്, ഇതെന്താ സാരിയൊക്കെ കൊടുത്തിട്ടേ എന്ന്. അല്ല, കല്യാണത്തിന്റെ കാര്യത്തെ കുറിച്ചിട്ട് ആദ്യമായിട്ട് സംസാരിച്ച് തുടങ്ങുമല്ലേ. അത് മാത്രമല്ല, ചേച്ചിയും അതുപോലെ തന്നെ ഏട്ടനെയും ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോവല്ലേ അരുണേട്ടൻ. എന്തായാലും ദേവു നന്നായിട്ടുണ്ട് എന്ന് അരുൺ പറയാണ്. അതിനുശേഷം അവര് വന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേച്ചിയും ഏട്ടനും അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞത്. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എത്തും. അരുണിന്റെ കയ്യിലാണെങ്കിൽ ചെറിയൊരു പൊതിയൊക്കെ ഉണ്ട് കേട്ടോ. സ്വീറ്റ് ഒക്കെ ആയിട്ടാണ് അരുൺ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ദേവ് ചോദിക്കുന്നുണ്ട്, ആദ്യമായിട്ടല്ലേ കല്യാണ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ടാണ് സ്വീറ്റും പൂവൊക്കെ മേടിച്ചിട്ട് വന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആഹാ, അരുണേട്ടനപ്പോ ഇതിനെക്കുറിച്ചൊക്കെ അറിയാലേ എന്ന് ദേവു കളിയാക്കി കൂടി ചോദിക്കുന്നുണ്ടേ. അതിനുശേഷം അരുണാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസറാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇതെന്താ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ പോലെ ഉണ്ടല്ലോ, ഭയങ്കര ടെൻഷൻ ആണല്ലോ എന്നൊക്കെ ദേവു തിരിച്ചു ചോദിക്കുന്നുണ്ട്. പിന്നെ ടെൻഷൻ ഇല്ലാതിരിക്കും ദേവു, നിന്റെ ചേച്ചിയും അതുപോലെ ഏട്ടനും വരാൻ വേണ്ടി പോവല്ലേ. ഇനിയിപ്പോ അവര് എന്നെ കുറിച്ച് എന്താ പറയാന്നുള്ള കാര്യം അറിയത്തില്ലല്ലോ. ഇനി അവര് വല്ല ടെസ്റ്റ് എന്തെങ്കിലും വെക്കുമെന്ന് ചോദിക്കുമ്പോ കളയാക്കിക്കൊണ്ട് ദേവു പറയുന്നുണ്ട്, അതെ ലോങ് ജമ്പും ഹൈ ജമ്പും ഒക്കെ ഇവിടുന്ന് ചാടിപ്പിക്കും. നീ എന്താ പറയുന്നത്, ചുമ്മാ തമാശ പറഞ്ഞാണ് അരുണേട്ട. എന്റെ ചേച്ചിയും ഏട്ടനും എപ്പോഴാണ് എന്നെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം നോക്കിക്കൊണ്ട് നടക്കുവാണ്. വന്ന ഉടനെ തന്നെ എപ്പോഴാണ് മണ്ഡപം ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമായിരിക്കും ചോദിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ മണ്ഡപം ബുക്ക് ചെയ്യാന്ന് അരുൺ പറയുന്നുണ്ട്. ഇതിനെ കുറിച്ചൊന്നും ചേട്ടന്റെ അടുത്ത് പറഞ്ഞേക്കല്ലേ, ഒരുപക്ഷെ വേണമെങ്കിൽ സച്ചേട്ടൻ അതും ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ദേവു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നിന്റെ ചേച്ചിക്കും ഏട്ടനും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, അവർക്ക് ഇപ്പോഴേ സമ്മതം തന്നെയാണ്. ജസ്റ്റ് കണ്ട് സംസാരിക്കാൻ വേണ്ടി പോവാണ്. അല്ല, നിന്റെ ചേച്ചിക്കും ഏട്ടനും എന്നെ ഇഷ്ടപ്പെടോ, നിങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുമായിരുന്നു ഏട്ടാ. എന്താണെന്നറിയില്ല, രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണെന്ന കാര്യം പറയുമ്പോൾ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നും ഇല്ലായിരുന്നു ഏട്ടാ. എന്റെ ചേച്ചിയും ഏട്ടനും ഉണ്ടല്ലോ, രണ്ടുപേരും എന്റെ ഇഷ്ടത്തിന് എതിരായിട്ട് ഒന്നും പറയില്ല. നിന്റെ ചേച്ചി കുറച്ച് സോഫ്റ്റ് ആണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നീ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏട്ടനൊന്ന് ചോദിക്കുമ്പോൾ ഏട്ടന് ചെറിയൊരു മുൻകോപമൊക്കെ ഉണ്ട്. പക്ഷെ അത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടൻ നല്ല ഒരാളാണ്. അത് മാത്രമല്ല, ഞങ്ങളെ വീട്ടിലുള്ള എല്ലാവരോടും ഒരു പ്രത്യേക സ്നേഹമാണ്. നിങ്ങൾക്ക് എന്തായാലും അരുണേട്ട അവരെ ഒരുപാട് ഇഷ്ടപ്പെടും. സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. എന്തായാലും കുറച്ചു നേരത്തിനുള്ളിൽ നിങ്ങൾ അത് കാണാൻ വേണ്ടി പോവാണല്ലോ, വാ എന്ന് പറഞ്ഞ് അമ്പലത്തിലേക്ക് തൊഴുവാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോഴേക്കും ദേവുവിന്റെ അടുത്ത്, ഒരു മിനിറ്റ് ദേവു, നമുക്ക് ഈ ഡ്രസ്സിൽ ഒരു സെൽഫി എടുക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചേർന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പോകുന്ന വഴിയിലാണ് സച്ചി ചോദിക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോഴാണ് കേട്ടോ രേവതി പറയുന്നത്, ദേവുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലേ ഒരാളെ, അവരെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താ രേവതി നീ നേരത്തെ പറയേണ്ടിരുന്നത്, ഇപ്പൊ തന്നെ സമയം എത്രയായി? ഇല്ല സച്ചിയേട്ടാ, 8 മണിയാകുമ്പോഴാണ് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, ഇനിയും ഒരുപാട് സമയമുണ്ടെന്നൊക്കെ രേവതി പറയുവാണേ. സച്ചിയാണെന്നുണ്ടെങ്കിൽ ദേവുവിന്റെ ആ ചെക്കനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ദേവു അങ്ങനത്തെ ഒരാളെ ആയിരിക്കും സെലക്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. എങ്കിലും ദേവു സ്വന്തമായിട്ട് അവളുടെ പയ്യനെ കണ്ടെത്തിയല്ലോ. അവൾ ഒരുപാട് കണ്ടീഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓക്കെ ആയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ അല്ലാതെ അവനെ സ്നേഹിക്കുകയോ? എന്തായാലും ഈ കാര്യം പറഞ്ഞ് സംസാരിച്ച് ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്റെ വലിയൊരു ചുമതല കഴിയും. കാരണം അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ആ കുടുംബത്തിന്റെ എല്ലാ കാര്യവും നീ നന്നായിട്ട് നോക്കണം എന്നുള്ള കാര്യം. അവരെന്തായാലും നല്ലവരായിരിക്കും അല്ലേ എന്നുള്ള കാര്യം നമ്മുടെ സച്ചി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ. എന്റെ അനിയത്തിയെ എനിക്ക് വിശ്വാസമാണ്, അവൾ ഉറപ്പായിട്ടും നല്ലൊരു പയ്യനെ തന്നെയായിരിക്കും കണ്ടെത്തിയിട്ടുണ്ടാവുക എന്ന് രേവതിയും പറയുവാണ്. ശരിയാണ്, ദേവ എന്തായാലും നല്ലൊരാളെ തന്നെയായിരിക്കും നോക്കി കണ്ടിട്ടുണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ സച്ചി ആണെങ്കിൽ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുകയാണ്. അതെന്താ സച്ചിയുടെ അങ്ങനെ പറഞ്ഞത് രേവതി ചോദിക്കുന്നുണ്ട്. അല്ല, പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ട് പെണ്ണിന്റെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അവരൊക്കെ എന്തായാലും നല്ല പഠിച്ചവരായിരിക്കും, ഞാൻ പഠിക്കാത്തവനല്ലേ എന്ന് സച്ചി ഇങ്ങനെ പറയുമ്പോൾ അതെന്താ സച്ചിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, പഠിച്ചവരെ മാത്രമാണോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക? നല്ല ഗുണം ഉണ്ടായാൽ മതി. അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചിയേട്ടനെ എല്ലാവരും ഇഷ്ടപ്പെടും. ഇത് എന്തായാലും എഡ്യൂക്കേറ്റഡ് ആയിട്ട് ജോലിയൊക്കെ ഉള്ള ഒരാളെ തന്നെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് സച്ചിയെ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം സച്ചിക്കുണ്ട്. അതിനെക്കുറിച്ച് രേവതിയുടെ അടുത്ത് പറയുമ്പോഴാണ് രേവതി, ഒരാളെ സച്ചിയേട്ടൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചിയേട്ടന്റെ സംസാരം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടമാകും എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വീറ്റ്സോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണല്ലോ, ആദ്യമായിട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്, അതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. അതിനിടയ്ക്ക് സച്ചിയാണെങ്കിൽ രേവതിയുടെ അടുത്ത് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അത് മേടിച്ചിട്ട് പോകാം എന്നുള്ള കാര്യമാണ്. ആദ്യമായിട്ടാണല്ലോ നമ്മുടെ ദേവുവിന് വരനാവാൻ വേണ്ടി പോകുന്ന ആളെ കാണാൻ വേണ്ടി പോകുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. അതിനെക്കുറിച്ച് രേവതിയുടെ അടുത്ത് ദേവുവിന്റെ അടുത്ത് വിളിച്ച് ചോദിക്കാനൊക്കെ പറയുന്നുണ്ട്. ഉടനെ തന്നെ ദേവു ആണെങ്കിൽ ഫോൺ എടുത്ത്
ചേച്ചി എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോ എത്തും, അരുണിന് ഇഷ്ടപ്പെട്ടത് എന്താണ് അത് മേടിച്ചുകൊണ്ട് വരാന്നുള്ള കാര്യത്തെ കുറിച്ചാണ് സച്ചേട്ടൻ പറഞ്ഞത്. ചേച്ചി അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ മേടിച്ചാൽ മതി എന്ന് ദേവു പറയുന്നുണ്ടെങ്കിൽ അതുപോരാ, അരുണിന്റെ ഇഷ്ടം എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അത് തന്നെ മേടിക്കണം എന്നാണ് സച്ചേട്ടൻ പറയുന്നത്. അങ്ങനെ അരുണിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് സച്ചിയും രേവതിയും കൂടി കാണാൻ വേണ്ടി വരുന്നത് അരുണിനെ കാണാനാണ് എന്നുള്ള കാര്യം രണ്ടുപേർക്കും അറിയത്തില്ലല്ലോ. അതും കുറച്ചൊന്നല്ല കേട്ടോ മേടിക്കുന്നത്, ഒരുപാട് മേടിച്ചിട്ടൊക്കെയാണ് രണ്ടുപേരും കൂടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ എത്തിയതിനു ശേഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നോക്കാട്ടോ. ആദ്യം ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ടാണ് കേട്ടോ അവരുടെ ഇഷ്ടങ്ങൾ ചോദിച്ചിട്ട് ദേവുവിനെ വിളിക്കുന്നത്. പിന്നെ സ്വീറ്റ്സിന്റെ കടയിൽ കയറുന്നുണ്ട്, അവിടുന്ന് അരുണിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യം ചോദിച്ചിട്ട് അതൊക്കെ മേടിച്ചിട്ടാണ് സച്ചി രേവതിയും കൂടി വരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് വരുന്നുള്ളതാണല്ലോ തോന്നുന്നതൊക്കെ അരുൺ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവുവിന്റെ അടുത്ത്. നിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആള് കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പോ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ചേച്ചിയെ എങ്ങനെയായിരിക്കും ഏട്ടൻ നോക്കുന്നതെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനെന്താ ദേവു, ഞാനും നിന്നെ നന്നായിട്ട് നോക്കില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് എനിക്ക് അറിയാലോ അരുണേട്ടാ. അതുപോലെ തന്നെ അരുണും കൂടി സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അരുണിന്റെ മനസ്സിൽ ഒരിക്കലും കല്യാണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡിപ്പാർട്ട്മെന്റിൽ നല്ല പേരെടുക്കണം, നല്ല നിലയിൽ എത്തണം എന്നുള്ള ചിന്തകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാ ദേവുവിനെ എന്നാണോ കണ്ടത് അന്ന് മുതല് ലൈഫിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയി. ഇപ്പൊ നമ്മുടെ ലൈഫിനെ കുറിച്ചും നമ്മുടെ കാര്യങ്ങളെ കുറിച്ചും മാത്രമാണ് എനിക്കിപ്പോ ചിന്ത. അത് തന്നെയാണ് കേട്ടോ ദേവും തിരിച്ചു പറയുന്നത്. ഞാനും കല്യാണമൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഒരാളാണ്. പക്ഷെ അരുണേട്ടനെ കണ്ടതിന് ശേഷം എന്റെയും ലൈഫ് ആകെ മൊത്തത്തിൽ മാറി. എനിക്കും അരുണേട്ടനില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. അവരവിടെ നിന്നുകൊണ്ട് ഹണിമൂണിന് എവിടെ പോകാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വരെ തുടങ്ങി. അപ്പോഴേക്കും സച്ചിയും രേവതിയും കൂടി കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ടേ. അവര് വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന ആ കറക്റ്റ് സമയത്ത് തന്നെ അരുണിന് ഒരു കോള് വരുന്നുണ്ട്. അരുൺ അവിടുന്ന് മാറി എന്ന് സംസാരിക്കുവാണേ. രേവതി ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ദേവുവിന് പൂ മേടിക്കാൻ വേണ്ടി മറന്നുപോയി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചിയുടെ കയ്യിൽ സ്വീറ്റ്സും ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. സച്ചി ആണെങ്കിൽ ആ ഫ്രൂട്ട്സ് ഇതൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് കയറി വരുവാണേ. ഉള്ളിലേക്ക് കയറിയിട്ട് സച്ചി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ദേവു ഇപ്പൊ എവിടെ പോയി, അവളെ കാണുന്നില്ലല്ലോ എന്ന്. പക്ഷെ ദേവുവിനെ കാണുന്നില്ല. ദേവുവിന്റെ അടുത്തുനിന്ന് മാറി എന്നും കണ്ട് അരുൺ ഫോണിൽ സംസാരിക്കുന്നുണ്ടല്ലോ. ആ രംഗം നമ്മുടെ സച്ചി കാണുന്നുണ്ട് കേട്ടോ. സച്ചി ഇങ്ങനെ അരുണിനെ നോക്കി നിൽക്കുന്നുണ്ട്. അരുണാണെങ്കിൽ ഫോണിൽ സംസാരിച്ച് വെച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സച്ചിയെയും കാണുന്നുണ്ട്. കുറച്ചുനേരം അരുൺ നോക്കി നിൽക്കുകയും പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അരുൺ ഫോണിൽ സംസാരിച്ച് തിരികെ എത്തിയപ്പോഴേക്കും മുഖത്ത് ഭയങ്കര മാറ്റം ഉണ്ടല്ലോ. അത് ദേവു ശ്രദ്ധിക്കുകയും എന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അവനിവിടെ വന്നിട്ടുണ്ട്. ആര്? ഞാൻ സസ്പെൻഷനിലാവാൻ വേണ്ടിയിട്ട് കാരണമായില്ലേ അവൻ തന്നെ. ഞാൻ എവിടെ പോയാലും അവൻ എന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്നൊക്കെ അരുൺ പറഞ്ഞത് കേൾക്കുമ്പോൾ ശരി അത് വിട്ടേക്ക് അരുണേട്ടാ, അമ്പലാവുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വരികയും പോവുകയും ഒക്കെ ചെയ്യും. എന്തായാലും ചേച്ചി മേട്ടന് വന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം സച്ചി വേണമെന്നുണ്ടെങ്കിൽ അരുണിനെ കണ്ടിട്ടല്ലോ ആ ഒരു ഡെസ്റ്റബിളാണ് കേട്ടോ ഉള്ളത്. രേവതി അങ്ങോട്ടേക്ക് വരുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടൻ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്, ഉള്ളിലേക്ക് കയറി പോയില്ലേ എന്ന്. രേവതി എന്തായാലും ഇവിടെ വെച്ചിട്ട് നമുക്ക് അവരെ കാണണ്ട, ഈ അമ്പലം ശരിയാവില്ല, വേറെ ഏതെങ്കിലും അമ്പലത്തിലേക്ക് പോവാ, അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും റെസ്റ്റോറന്റിൽ എവിടെയെങ്കിലും വെച്ചിട്ട് സംസാരിക്കാന്നൊക്കെ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം രേവതി തിരിച്ചു ചോദിക്കുവാണേ. ആ പോലീസുകാരൻ അരുണുണ്ടല്ലോ അവൻ ഇവിടെ തന്നെ ഉണ്ട് അമ്പലത്തിനുള്ളില്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാഞ്ഞ് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാ എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും ആദ്യം അവരെ കണ്ടതിന് ശേഷം അവരെയും കൂട്ടിക്കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാ സച്ചേട്ടാ എന്ന് പറയുവാണ് കേട്ടോ രേവതി. സച്ചി ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് കാണുമ്പോ വരാനല്ലേ പറഞ്ഞ് സച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് രേവതി കൂട്ടിക്കൊണ്ടുപോവാണേ. അങ്ങനെ സച്ചി രേവതിയും കൂടി ആദ്യം അമ്പലത്തിൽ പോയിട്ട് തൊഴുവാണ് കേട്ടോ. അതേസമയം അരുണാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വസ്ഥത ഇല്ലാത്തത് പോലെ നടക്കുന്നുണ്ട്. എത്ര ഹാപ്പി ആയിട്ടായിരുന്നു അരുണേട്ടൻ നിന്നത്. അവന്റെ മുഖം കണ്ടതോട് കൂടിയിട്ട് എന്റെ മൊത്തം താളം തട്ടി എന്നൊക്കെ നമ്മുടെ അരുൺ ഇങ്ങനെ പറയുവാണ് കേട്ടോ. ഇത് കേട്ട ഉടനെ ദേവു ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ അരുണേട്ടാ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണമെന്ന്. എന്തായാലും ആദ്യം ചേച്ചിയും ഏട്ടനെയും കാണാം, എന്നിട്ട് നമുക്ക് വേഗം തന്നെ ഇവിടുന്ന് പോകാം, അവരെന്തായാലും പോയി കാണുന്നൊക്കെ ദേവു ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ചിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ അരുണാണെങ്കിൽ ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അരുൺ ഇങ്ങനെ മറഞ്ഞു നിൽക്കുവാണ്. ആദ്യം സച്ചി രേവതിയും കൂടി വരുമ്പോ ദേവുവിനെയാണ് കേട്ടോ കാണുന്നത്. ദേവുവിനെ കാണുമ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ മുഖത്തുള്ള ആ ദേഷ്യമൊക്കെ മാറിയിട്ട് ചിരിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ചേച്ചി ഏട്ടാ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ മറഞ്ഞു നിൽക്കുന്ന അരുണിന്റെ അടുത്ത് ഇതാ ചേച്ചി ഏട്ടനും വന്നു വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുമ്പോഴാണ് അരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ സച്ചിൻ രേവതിയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഇതെന്ന് ഭയങ്കര എക്സൈറ്റഡോട് കൂടിയിട്ട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് വരുന്നത് അരുണാണ്. അരുണും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് വരുന്നത്. പക്ഷേ സച്ചിയെ കാണുന്നതോട് കൂടിയിട്ട് അരുണിന്റെ മുഖവും അരുണിനെ കാണുന്നതോട് കൂടിയിട്ട് സച്ചിയുടെ രേവതിയുടെ മുഖഭാവം അങ്ങ് മാറുവാണ്. കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്നും മേടിച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ താഴെ
പോകുന്നുണ്ട്. അയ്യോ വീണു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ദേവു പെറുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് സച്ചിയുടെ അരികിലേക്ക് ചെന്നിട്ട്, സച്ചേട്ടാ ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന അരുണേട്ടൻ, പോലീസ് കോൺസ്റ്റബിൾ ആണ്, വളരെ നല്ലവനാണ്, ഇവരെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതെന്നൊക്കെ ഇങ്ങനെ ദേവു പറയുവാണ് കേട്ടോ. ദേവു ആണെന്നുണ്ടെങ്കിൽ സച്ചിയും അതുപോലെ തന്നെ രേവതിയും അരുണും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറെ നേരമായില്ലേ സച്ചേട്ടനും രേവതി ചേച്ചിയും കാണാന്ന് വിചാരിച്ച് നിൽക്കുന്നു. ഇതാണ് എന്റെ ചേച്ചിയും ഏട്ടനും. സച്ചേട്ടൻ ആരെടുത്താണെങ്കിലും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേവു ഒന്നും അറിയാതെ അവരെ പരിചയപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുവാണ്. പിന്നെ ചേച്ചി നമുക്ക് എത്രയും വേഗം തന്നെ ഇവിടുന്ന് പോവാം. അരുണേട്ടന് ഇഷ്ടപ്പെടാത്ത ഏതോ ഒരാളുണ്ട്, അയാൾ ഇവിടെ വന്നിട്ടുണ്ട്, അയാളത് റൗഡിയാണെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവു ആണെന്നുണ്ടെങ്കിൽ പാവം ഒന്നും അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോഴും അരുണിന്റെയും അതുപോലെ തന്നെ സച്ചിയുടെ മുഖത്ത് ദേഷ്യഭാവമാണ്. അതൊന്നും നമ്മുടെ ദേവു ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. നോക്കിയിരുന്ന് ദേവു എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊന്നും സച്ചിയുടെ മണ്ടയിലേക്ക് കയറുന്നൊന്നുമില്ല കേട്ടോ. സച്ചി കുറച്ചു കഴിയുമ്പോ അങ്ങോട്ട് തിരിഞ്ഞങ്ങ് നടന്നു പോവാണ്. അത് കണ്ട് ദേവു രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല ചേച്ചി എന്താ സച്ചേട്ടൻ ഒന്നും പറയാതെ പോകുന്നു എന്നുള്ള കാര്യം. ഇത് കേട്ടുടനെ രേവതി, ഇവര് പറഞ്ഞില്ലേ ദേവു ഇവർക്ക് ഇഷ്ടപ്പെടാത്തൊരു റൗഡി എന്ന്, അത് നിന്റെ സച്ചേട്ടനാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ രേവതി. എന്നിട്ട് കയ്യിൽ മേടിച്ചിരിക്കുന്ന പൂവ് ദേവുവിന്റെ കയ്യിലങ്ങ് കൊടുത്തിട്ട് രേവതിയും സച്ചിയുടെ പുറകെ തന്നെ അങ്ങ് പോവാണ്. സച്ചി വണ്ടിയുടെ അരികെ പോയി നിൽക്കുമ്പോൾ രേവതി അങ്ങോട്ട് എത്തുവാണല്ലോ. ഞാൻ വിചാരിച്ചു ദേവു ഏതെങ്കിലും നല്ലൊരു പയ്യനായിരിക്കും കണ്ടെത്തിയത് എന്ന്. എന്നാ ഇയാളെയാണോ പോയിട്ട് കണ്ടെത്തിയിരിക്കുന്നത്? ഇവനെയൊക്കെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവുവിന്റെ ജീവിതം എന്തായിരിക്കും? ഇവനെ പോലത്തെ ഒരുത്തൻ കുടുംബത്തിൽ കയറ്റാൻ വേണ്ടി കൊള്ളുമെന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ. ആദ്യം സച്ചിയേട്ടാ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്കൊന്ന് പോയി സംസാരിക്കാൻ എന്തിരിക്കുന്നു? ഇവനൊന്നും കുടുംബത്തിന്റെ പരിസരത്ത് പോലും കയറ്റാൻ വേണ്ടി പറ്റില്ല. ദേവുവിന്റെ ജീവിതം എന്തായിരിക്കും? ഇവനെ പോലെ ഒരുത്തനെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാന്നുള്ള കാര്യം രേവതി നിനക്ക് അറിയാന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഭയങ്കരമായിട്ട് ചൂടാവുകയാണേ. ഇതൊന്നും രേവതി ഒരിക്കലും സെറ്റ് ആവത്തില്ല. ദേവുവിന്റെ അടുത്ത് പറഞ്ഞേക്ക് ഇത് വേണ്ട എന്നുള്ള കാര്യം. എന്നിട്ട് രേവതി പറഞ്ഞ ഒന്നും കേൾക്കാതെ നേരെ പോയി വണ്ടി എടുക്കുവാണ്. എന്നിട്ട് രേവതിയെ പോലും കയറ്റാതെ വണ്ടി എടുത്തിട്ട് അവിടെ അങ്ങ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അരുണാണെങ്കിൽ ഇതാണോ നിന്റെ ഏട്ടനെന്ന് ചോദിക്കുന്നുണ്ട്. അതേ എന്ന് ദേവു പറഞ്ഞു കേട്ട ഉടനെ ഇവര് കാരനാണ് ഞാനിപ്പോ സസ്പെൻഷനിൽ നിൽക്കുന്നതെന്ന് അരുൺ പറയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ ദേവു നീ വാ എന്ന് പറഞ്ഞിട്ട് വലിച്ചോണ്ട് അവിടെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അരുണിന്റെ അടുത്ത്. ദേവു എന്ന് പറഞ്ഞ അരുൺ വിളിക്കുന്നുണ്ടെങ്കിലും ദേവുവിന് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണ്. രേവതി വലിച്ചുകൊണ്ട് ദേവുവിനെ കൊണ്ട് അവിടെ അങ്ങ് പോവാണ് കേട്ടോ ചെയ്യുന്നത്. എന്നാൽ സച്ചിയാണെങ്കിൽ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ ചെല്ലുന്നത് ദേവുവിന്റെ വീട്ടിലേക്കാണ്, ലക്ഷ്മിക്ക് അരികിലേക്ക്. സച്ചി വന്ന് കയറി ഉടനെ തന്നെ സച്ചിയുടെ മുഖഭാവം അത്ര ശരിയല്ല എന്നുള്ള കാര്യം നമ്മുടെ ലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ മോനെ സച്ചി വാ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചി ഒന്നും മിണ്ടാതെ കുറച്ച് തല ഇങ്ങനെ താഴ്ത്തിയിട്ട് ദേഷ്യഭാവത്തിൽ നിൽക്കുവാണേ. എന്ത് പറ്റി മോനെ, നിന്റെ മുഖം ശരിയല്ലല്ലോ എന്ന് പറയുമ്പോ അമ്മേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. എന്താ സച്ചി രേവതി എന്തെങ്കിലും അരുതാത്തത് പറഞ്ഞോന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നത്. നടന്ന സംഭവങ്ങള് കൂടുതൽ വളരരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ നേരെ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞത്. എന്താ സച്ചി എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ലക്ഷ്മി പറയാണ്. കാരണം ലക്ഷ്മിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലല്ലോ. ദേവുവിനെ കുറിച്ചിട്ട് എനിക്ക് നല്ലൊരു പേര് തന്നെ ഉണ്ടായിരുന്നു, അവളുടെ മേലെ വിശ്വാസവും. എന്നാ അവള് അങ്ങനത്തെ ഒരാളല്ല, അവൾക്ക് ബുദ്ധിയില്ലാത്തൊരു പെണ്ണാണ്. അവൻ ആരാണ് ഏത് തരത്തിലുള്ളവനാണെന്നുള്ള കാര്യമൊന്നും അവൾക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോ സച്ചേട്ട അതിന് മാത്രം ദേവു എന്താ ചെയ്തെന്നുള്ള കാര്യം നമ്മുടെ ശരത്ത് ചോദിക്കുന്നുണ്ട്. ദേവു ഒരുത്തരെ സ്നേഹിക്കുന്നുണ്ട്. എന്താ സച്ചേട്ട പറഞ്ഞത്? ദേവു ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്നോ? എനിക്ക് അപ്പോഴേ സച്ചിമോനെ ഒരു സംശയം ഉണ്ടായിരുന്നു, കുറച്ചു നാളായിട്ട് അവളുടെ പോക്ക് ശരിയല്ല എന്ന്. അവള് ഉത്തരവാദിത്തോടു കൂടി ഇരിക്കാന്നാ ഞാനും വിചാരിച്ചത്. പക്ഷെ അവൾ എന്നെ പറ്റിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിക്ക് അറിയാൻ തുടങ്ങുവാണേ. ഇത് നോക്കമ്മേ, അല്ലെങ്കിലും ഒരാളെ സ്നേഹിക്കുന്നതിൽ തെറ്റൊന്നും പറയാനൊന്നുമില്ല. ഇവന്റെ ക്യാരക്ടറെ കുറിച്ചിട്ട് നമ്മൾ മോശമായിട്ട് പറയാനും പാടില്ല. അവള് നല്ലവളാണെന്നുള്ള കാര്യം എനിക്കും അറിയാം. പക്ഷെ പ്രശ്നം അതല്ല, നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ്. കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ആളെ സെലക്ട് ചെയ്യാനൊന്നും അവൾക്ക് അറിയില്ല. അവൾ സ്നേഹിക്കുന്ന ആള് അത്ര ശരിയായിട്ടുള്ള ഒരാളല്ല. ഇത് കേട്ട് ശരത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അവള് ആരെയാണ് സച്ചിയുടെ സ്നേഹിക്കുന്നതെന്ന്. അതൊരു ട്രാഫിക് പോലീസുകാരനാണോടാ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറില്ലേ ഒരു പോലീസുകാരൻ ഞാനുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട് എന്നുള്ള കാര്യം. അതെ അന്ന് സച്ചിയേട്ടാ വണ്ടി പിടിച്ചോണ്ട് പോയതൊക്കെയല്ലേ, അതെ അയാൾ തന്നെയാണ് ഇത്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഞാനുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. അത് പോരാത്തതിന് ഇപ്പോ ദേവുവിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് വന്ന് നിൽക്കുവാണ്. എന്തൊക്കെ സച്ചിമോനെ നീ ഈ പറയുന്നത് ചോദിക്കുമ്പോ അതെ അമ്മേ, അവനൊരു കുറുക്കനാണ്. പാവങ്ങളുടെ നെഞ്ചത്തോട്ട് കയറലാണ് അവന്റെ മെയിൻ പരിപാടി. അധികാരം വെച്ചിട്ട് അവൻ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുത്തനാണെന്നൊക്കെ പറഞ്ഞിട്ട് അരുണിനെ കുറിച്ചുള്ള ദേഷ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ നമ്മുടെ സച്ചി. അവന് കുറച്ചുപോലും മനുഷ്യത്വം ഇല്ല, ശരിയായ ഒരു വിഷമാണ് അവൻ. അവൻ എങ്ങനെയാണ് ദേവുവിനെ നന്നായിട്ട് കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോയിട്ട് നോക്കുക? അല്ല ദേവു അങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നതെന്നുള്ള കാര്യം സച്ചിമോൻ എങ്ങനെ അറിഞ്ഞെന്നുള്ള കാര്യം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് കേട്ടോ. ദേവു ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് രേവതിയാണ് പറഞ്ഞത്. രേവതി അവരെ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ഇന്ന് അമ്പലത്തിലേക്ക് വിളിച്ചതാണ്. അവിടെ വെച്ചിട്ടാണ് ദേവു സ്നേഹിക്കുന്ന ആള് അരുണാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. നല്ലവനാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലേ. എല്ലാവരുമായിട്ട് സംസാരിച്ച് ഉടനെ തന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷെ അപ്പോഴാണ് ഇയാളാണെന്നുള്ള കാര്യം അറിഞ്ഞത്. അയാൾ എന്തായാലും ദേവുവിന് സെറ്റ് ആവില്ല, നമ്മുടെ കുടുംബത്തിന് സെറ്റ് ആവില്ല. അയാളൊരു സാഡിസ്റ്റ് ആണ്.
അയാൾ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പക തീർക്കുന്ന ഒരുത്തനാണ്. അങ്ങനത്തെ ഒരാള് നമ്മുടെ ദേവുവിന് ഒരിക്കലും ശരിയാവില്ല. അല്ല സച്ചിയേട്ടാ, ദേവു സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അയാൾ നല്ലവനായിരിക്കില്ലേ എന്നുള്ള കാര്യം നമ്മുടെ ശരത്ത് ചോദിക്കുമ്പോഴും സച്ചി ചാടിക്കടിക്കുവാനേ. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്നുള്ള കാര്യം ചോദിച്ചിട്ട്, എന്തായാലും അമ്മേ, ആ ഒരു ആള് നമ്മുടെ ദേവുവിന് വേണ്ട. അവക്ക് നല്ലൊരു പയ്യനെ ഞാൻ തന്നെ കണ്ടെത്തുന്ന പറയുമ്പോ, ആ സച്ചി, നീ ഞങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. അതുപോലെ തന്നെ നടക്കട്ടെ എന്നാണ് കേട്ടോ ലക്ഷ്മി പറയുന്നത്. ദേവുവിന്റെ കല്യാണത്തെ കുറിച്ചിട്ട് അവൾ സംസാരം കേട്ടപ്പോഴേ അവക്ക് കല്യാണ പ്രായമായി, അവക്ക് കല്യാണത്തിനുള്ള ആഗ്രഹം വന്നു എന്നുള്ള കാര്യം മനസ്സിലായി. എന്തായാലും അവൾക്ക് നല്ലൊരു പയ്യനെ ഞാൻ തന്നെ കണ്ടെത്തും. ഇത് എന്റെ കൂടി കുടുംബമാണ്. അമ്മ എനിക്ക് സ്വന്തം അമ്മയെ പോലെ തന്നെയാണ്. ദേവുവിന് ഞാൻ നല്ലൊരു പയ്യനെ തന്നെ തേടി കണ്ടെത്തുമെന്ന് സച്ചി ലക്ഷ്മിക്ക് വാക്ക് കൊടുക്കുവാണേ. എന്തായാലും ആ അരുൺ നമുക്ക് വേണ്ട. ഈ കാര്യങ്ങള് ദേവുവിന്റെ അടുത്ത് അമ്മ പറഞ്ഞു മനസ്സിലാക്കണം. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് നേരെ വന്നത്. ശരി, ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞോളാം. പക്ഷെ ദേവുവിന്റെ അടുത്ത് ദേഷ്യമൊന്നും വെക്കരുതെന്ന് സച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട്. എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല. പക്ഷെ അവൾ തെറ്റായ ഒരാളെയാണ് കണ്ടെത്തിയത്. അതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ. അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സച്ചി പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുവാണേ. സച്ചി പറഞ്ഞു പോയതിന് ശേഷം നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. ദേവും അതുപോലെ തന്നെ രേവതിയും കൂടി ചേർന്നിട്ട് അങ്ങോട്ടേക്കാണ് കയറി വരുന്നത്. ദേവുവിനെ കണ്ടതും ലക്ഷ്മി ആണെങ്കിൽ അടിക്കാൻ തുടങ്ങുവാണ് കേട്ടോ. എന്നിട്ട് എന്ത് പണിയാടി നീ ചെയ്തെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട്, ജോലിക്ക് പോവാന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ ചുറ്റിക്കറങ്ങാനല്ലടി പോയത്, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂന്ന് വിചാരിച്ചിട്ട് നീ എന്നെ ചതിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി. അത് കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് ഇങ്ങനെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതെന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. ഇപ്പോ സച്ചേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ എന്ന് ശരത്ത് പറയുമ്പോഴേക്കും കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു എന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലാവുകയാണേ. അച്ഛനില്ലാത്തതാണ്, അതുകൊണ്ട് അമ്മ വളർത്തിയതിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ അല്ലടി കുറ്റപ്പെടുത്തുക, നീ എന്നെ നാണം കെടുത്താൻ വേണ്ടി ജനിച്ചാണെന്നൊക്കെ ചോദിച്ചിട്ട് ലക്ഷ്മി ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത്, അമ്മ ആദ്യം കാര്യം അറിയാതെ അമ്മ സംസാരിക്കരുത് എന്ന് രേവതി പറയുന്നുണ്ട്. നീ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് എന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചില്ലേ എടീന്ന് രേവതിയെ ചീത്ത വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ലക്ഷ്മി. സച്ചി വന്നിട്ട് പറഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. അവനൊരു മോശപ്പെട്ടവനാണ്, എപ്പം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും സച്ചിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരുത്തിനാണോടി നീ പോയി സ്നേഹിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് ദേവുവിന്റെ നെഞ്ചത്തോട്ട് കയറുമ്പോ, അമ്മ അങ്ങനെയൊന്നുമില്ല, അവൻ അങ്ങനത്തെ ഒരാളല്ല എന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും സച്ചി മനസ്സിലാക്കിയ കൂടുതൽ നിനക്ക് അറിയോടി അവനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ രേവതിയെ നന്നായിട്ട് പറയുന്നുണ്ട്. എന്തായാലും സച്ചി പറഞ്ഞതുപോലെ തന്നെ നടക്കുള്ളൂ. സച്ചി പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഇവിടെ മറ്റൊന്നുമില്ല. അരുണിനെ നീ മറക്കണം, സച്ചി കണ്ടെത്തി തന്നെ ആളെ നീ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയും ഭയങ്കര പിടിവാശി തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദേവുവും അരുണും തമ്മിലുള്ള ബന്ധം മുറിക്കാനുള്ള ഒരു പരിപാടിയിലൂടെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്